പുഴയിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെത്തുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളെപ്പറ്റി ഇന്നലെ പറഞ്ഞതാണ്. ആ സജ്ജീകരണങ്ങൾ പ്രവർത്തനനിരതമായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ സന്നാഹ സംഘം നിലവിൽ 1167 പേർ ഉൾപ്പെടുന്നതാണ്. അവരെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. അതിൽ 10 സ്റ്റേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സമീപ ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള 645 അഗ്നിസേനാ അംഗങ്ങൾ, 94 NDRF അംഗങ്ങൾ, 167 DSC അംഗങ്ങൾ, MEGയിൽ നിന്നുള്ള 153 പേര്, ഇവരെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് അംഗങ്ങളും ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഉപകരണങ്ങളും എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക. താൽക്കാലിക കയർപ്പാലം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ താൽക്കാലിക കയർപ്പാലത്തിലൂടെ റെസ്ക്യൂ ടീമിനെ എത്തിക്കുക. ഇതിനെല്ലാം പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. റോഡ് തടസ്സം ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് നീങ്ങുന്നത്. അതേപോലെ തന്നെ അട്ടമലയും ചൂരൽമലയും നല്ല നിലക്കുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ K9 ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ നേവിയുടെ സഹായവും സ്വീകരിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാസേന, കേരള പോലീസ്, വിവിധ സേനാ വിഭാഗങ്ങൾ, വിവിധ വകുപ്പുകൾ ഇവയെല്ലാം ചേർന്ന് ഏകോപിതവും വേഗത്തിലുള്ളതുമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് 132 സേനാംഗങ്ങൾ കൂടി എത്തി. കണ്ണൂർ DSCയിൽ നിന്ന് 6 ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 67 സേനാംഗങ്ങളുമുണ്ട്. താൽക്കാലികമായി ഒരാൾക്ക് നടക്കാനുള്ള പാലം ചൊവ്വാഴ്ച സന്ധ്യയോടെ സജ്ജമായിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂട്ടി. പാലത്തിലൂടെ ആളുകളെ ചൂരൽമലയിലേക്കും അവിടെ നിന്ന് ആശുപത്രിയിലേക്കും എത്തിക്കാനാവുന്നുണ്ട്. വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചും കുരുങ്ങിക്കിടന്ന ആളുകളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇൻ്റലിജൻ്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് മണ്ണിനടിയിലുള്ള മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ശ്രമിക്കും. ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. NDRFൻ്റെ 3 ടീമുകളുണ്ട്. മദ്രാസ് റെജിമെൻറ്റ്, ഡിഫൻസ് സർവീസ്, കോപ്സ് എന്നിവർ ഡിങ്കി ബോട്ട്സും വടവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ലോക്കൽ പോലീസിൻ്റെ 350 പേർ സ്ഥലത്തുണ്ട്. കേരള പോലീസിൻ്റെ കടാവർ നായകൾ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ടീം, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവയും ഇവിടെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് 2 ഹെലികോപ്റ്ററുകൾ LLH Mi-7 ഹെലികോപ്റ്ററുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചൂരൽമലയിൽ താലൂക്ക് തല കൺട്രോൾ റൂം തുടങ്ങി. മന്ത്രിമാരുടെ വിപുലമായൊരു സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. വനംവകുപ്പിൻ്റെ
55 അംഗങ്ങൾ ആരോഗ്യവകുപ്പ്, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഇവയെല്ലാം സർവസജ്ജമായി തന്നെ ചൂരൽമലയിലുണ്ട്. മുണ്ടക്കൈ ചെറാട്ടുകുന്ന് കോളനിയിൽ 32 പേരിൽ 22 പേരെ കണ്ടെത്തി. ഇതിൽ 24 പേരെ അട്ടമല ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്.